പ്രോഫിറ്റിലാകും, എങ്ങനെയാണ് ഒരു ട്രേഡർ പ്രോഫിറ്റബിൾ ആകുന്നതെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഒന്നാമത്തെ വർഷം ട്രേഡിങ്ങിലേക്ക് വരുന്ന ആദ്യത്തെ വർഷം കംപ്ലീറ്റ്ലി അയാൾ ഒരു ബിഗിനറായിരിക്കും. ഈ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് ഈ ബിഗിനർ പോകുന്നത് രണ്ടെന്ന് പറയുന്നത് ലേണിംഗ് സ്റ്റേജിലായിരിക്കും. ഈ രണ്ടാമത്തെ വർഷം എന്ന് പറയുന്നത് ലേണിംഗ് സ്റ്റേജ് ആയിരിക്കും. മൂന്നാമത്തെ വർഷം മാസ്റ്ററി. ലേണിംഗ് ചെയ്ത കാര്യം മാസ്റ്റർ ചെയ്യുന്നു. നാലാമത്തെ വർഷം മാസ്റ്റർ ചെയ്ത കാര്യം മാർക്കറ്റിൽ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു ബിഗിനർ ആയിരിക്കും. സെക്കൻഡ് ഇയർ രണ്ടാമത്തെ വർഷം അയാൾ ഒരു ലേണിംഗ് സ്റ്റേജിലായിരിക്കും. മൂന്നാമത്തെ വർഷം രണ്ടാമത്തെ വർഷം ലേൺ ചെയ്ത കാര്യം മാസ്റ്റർ ചെയ്യുന്നൊരു സ്റ്റേജിലായിരിക്കും. നാലാമത്തെ വർഷം മാസ്റ്റർ ചെയ്ത കാര്യം മാർക്കറ്റിൽ അപ്ലൈ ചെയ്ത് ഒരു പ്രോഫിറ്റബിൾ ആകുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും. അഞ്ചാമത്തെ വർഷം മുതൽ ഈ പ്രോഫിറ്റബിൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അഞ്ചാമത്തെ വർഷമായിട്ടും നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാനായിട്ട് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ഒന്നാം വർഷവും രണ്ടാം വർഷവും മൂന്നാം വർഷവും നാലാം വർഷവും നടക്കേണ്ട കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് ഒരു ബിഗിനർ സ്റ്റേജിലാണ്. നിങ്ങൾ ഒരു ലേണർ ആയിട്ട് നിങ്ങൾ മാറിയിട്ടില്ല. പ്രോഫിറ്റബിൾ ആകാനായിട്ട് ഒരേ ഒരു വഴിയെന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ് കേട്ടോ. കാരണം ചിലർക്കത് ഇഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയില്ല. ഒരു 5 വർഷം വരെ നമ്മൾ ഒരേ കാര്യം പഠിച്ച് നമ്മൾ ചെയ്യുന്നതെല്ലാം ഒരേ കാര്യം. നിങ്ങളിപ്പോഴും ട്രേഡ് ചെയ്യുന്ന ഒരു ബിഗിനർ എങ്ങനെയാണോ ട്രേഡ് ചെയ്യുന്നത് അതുപോലെയായിരിക്കും നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്, അല്ലേ? അതുകൊണ്ടാണല്ലോ നിങ്ങൾ 2, 3, 4 സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യാതെ ഇപ്പോഴും ലോസിൽ തന്നെ നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇനി ചെയ്യാനുള്ളത് ഈ 5th നിന്ന് നിങ്ങൾ ബാക്ക് ടു 1ലേക്ക് വന്നിട്ട് അവിടുന്ന് 2ലേക്ക് പോവുക, അവിടുന്ന് 3ലേക്ക് പോവുക, 4ലേക്ക് പോവുക, അവിടുന്ന് വേണം 5ലേക്ക് വന്ന് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട്. നിങ്ങൾ ഒരു കാര്യം പഠിക്കാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ ട്രേഡിങ് പഠിക്കുന്നതിൽ ഒരു നല്ലൊരു ശതമാനം ആളുകളും ഒരു 30 വർഷം പ്രായമുള്ളവരായിരിക്കും. അപ്പം ഈ 30 വയസ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലേണിംഗ് വലിയ പാടാണ്. ലേണിംഗ് നടക്കത്തില്ല. നമ്മളൊരു കാർ എടുക്കുന്നത് അല്ലെങ്കിൽ കാർ എടുത്തിട്ട് വണ്ടി ഡ്രൈവിങ് ചെയ്യാനായിട്ട് പഠിക്കുന്നത് ഒരു 30 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അതേസമയത്ത് ഒരു 18 വയസ്സ് 20 വയസ്സിലേക്കാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് കാർ ഓടിക്കാൻ പഠിക്കും. എന്നാൽ ഈ 30 വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം, 1 വർഷം എടുത്താലും വണ്ടി ഓടിക്കാനായിട്ട് നമ്മൾ പഠിക്കത്തില്ല. അതിനുള്ള കാരണമെന്ന് പറയുന്നത് സിമ്പിൾ പരിപാടിയാണ്. ഈഗോയാണ് നമ്മളെ ഒരു കാര്യം പഠിക്കുന്നതിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുന്നത്. കാരണം ഈ 30 വയസ്സിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ഒരു ബ്രേക്ക് ഈവൻ ലെവലിലേക്കായിരിക്കും നമ്മൾ എത്തുക. അപ്പോൾ നമുക്കൊരു തോന്നൽ വരും, എല്ലാം എന്നെക്കൊണ്ട് പറ്റും, എനിക്കിനി ഒന്നും പഠിക്കണ്ട എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുന്നതുകൊണ്ടാണ് ഈ ഈഗോ മച്ചാൻ കയറി വരുന്നത് 30ാമത്തെ വയസ്സിൽ. ഈ ഈഗോയെ ഇറക്കി വെക്കണമെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ട്രേഡിങ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷനിലേക്ക് നിങ്ങൾക്ക് നേരെ ജമ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾക്ക് അവിടെ ചെയ്യാനായിട്ട് പറ്റുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ടാവും. നിങ്ങളുടെ ചെറുപ്പത്തിൽ മിസ്സ് ചെയ്ത അല്ലെങ്കിൽ ഒഴിവാക്കി വിട്ട കുറേ കാര്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ ഒഴിവാക്കി വിട്ട കുറേ കാര്യങ്ങളുണ്ടാവും. അത് റീഓപ്പൺ ചെയ്തിട്ട് അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്താവും? നിങ്ങളുടെ മൈൻഡിൻ്റെ ലേണിംഗ് പാർട്ട് ഓപ്പൺ ആവും. സോ ഈ പാർട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പാർട്ടിലേക്ക് ട്രേഡിങ്ങിനെ കൊണ്ട് നമുക്ക് ഇടാനായിട്ടും അങ്ങനെ ട്രേഡിങ് പഠിക്കാനായിട്ടും പറ്റും. അപ്പം